നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ മുഖത്തിലും കയ്യിലൊക്കെ നല്ല കളർ കിട്ടുന്ന ഒരു കിഡിലും ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് അലോവേരയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പപ്പായ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായാണ് കേട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത്യാവശ്യം നല്ല പഴുത്ത പപ്പായാണ്. ഇനി ഈ പപ്പായയും അതുപോലെ തന്നെ ക്യാരറ്റും ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിഡിലെ റിസൾട്ടാണ് കേട്ടോ. കളർ വെക്കാനൊക്കെ അത് കുട്ടികൾക്കാണെങ്കിലും ടീനേജിനാണെങ്കിലും 40 കഴിഞ്ഞവർക്കാണെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഓയിലാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്ത് വരണം. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് കറക്റ്റായിട്ടാണ് അരഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് കിട്ടില്ല. അതുകൊണ്ട് ചെറിയ ഇതുപോലെ സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാം. എനിക്കിപ്പോൾ അരയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി എളുപ്പം ഇതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമങ്ങലിൻ്റെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കാൻ നമുക്ക്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് കൂവപ്പൊടി പോലെ അടിയിലിങ്ങനെ അടിഞ്ഞു കൂടും. ഞാൻ മുന്നേ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇത് ചെയ്തത്. അപ്പോൾ അതാ കണ്ടില്ലേ, അടിയിലിങ്ങനെ അടിഞ്ഞു വരും. അപ്പോൾ അത് രണ്ട് നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇനി ഞാൻ അലോവേര ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നന്നായി കഴുകിയെടുത്ത് രണ്ട് സൈഡും ഇങ്ങനെ തൊലി കളഞ്ഞ് ഇതിൻ്റെ പൾപ്പ് എടുക്കണം. ഇതിൻ്റെ പൾപ്പ് എടുക്കുന്നതും ഇതുപോലെ തന്നെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതൊന്നും മിക്സിയിലിടേണ്ട കാര്യമില്ല. നമുക്ക് പപ്പായയും ക്യാരറ്റും മാത്രമാണ് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്, ഈ അലോവേരയുടെ പൾപ്പ്. അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അത് ഒരു ആഴ്ചയെങ്കിലും ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. എനിക്കിത് നല്ലൊരു റിസൾട്ട് തന്നൊരു ഓയിലാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പപ്പായയും ക്യാരറ്റും കൂടി അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഞാനവിടെ ബാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. പപ്പായയുടെ ഈ പൾപ്പ് അത് നമുക്ക് ആവശ്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ വെള്ളം മാത്രം, അതിൻ്റെ നീര് മാത്രം ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് എപ്പോഴും എല്ലാവരും പറയും കരിമങ്ങലിലും കറുത്ത പാടുകളും പോകാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റാർച്ച് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. നമുക്കിപ്പോൾ ഓയിൽ ഉണ്ടാക്കാൻ ഇത്രയാണ് വേണ്ടത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുണ്ടാക്കാൻ ഒരു പണിയില്ല കേട്ടോ. കാണുന്ന പോലെയല്ല, നമ്മളിതൊന്ന് എല്ലാം ഒന്ന് തട്ടിക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി വയ്ക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ലിറ്ററോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിനെ കാച്ചിയെടുക്കണം. നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. ഈ എണ്ണയ്ക്ക് നല്ലൊരു കളറും നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുക്കാം, ഒന്ന് ചൂടാവുന്നത് വരെ. ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, കടായി. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ. എന്താണെങ്കിലും ഞാനിത് 2 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിനെ ചൂടാവുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ടും പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടും നമുക്കിതിനെ ഒന്ന് കാച്ചിയെടുക്കാം. ഇതിൻ്റെ കളറിനും ഒരു പ്രത്യേകത, മറ്റുള്ള എണ്ണകൾ കാച്ചുന്ന പോലെയല്ല. ഇതിലുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഈ ഓയിലിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ കഴിയണതും ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 1 മാസം വരെയൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ആയി വരുന്നുണ്ട്. ഈ കഷ്ണമായിട്ട് കിടക്കുന്നതൊക്കെ നമ്മൾ അലോവേര മിക്സ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. കൈ കൊണ്ട് ഇതിങ്ങനെ അലോവേരയുടെ ആ പൾപ്പൊന്നിങ്ങനെ ഉടച്ച് കൊടുക്കണം, മിക്സിയിലിടാത്തതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എസൻസ് ഈ എണ്ണയിൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ആയി വരും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ പച്ചമഞ്ഞളിട്ട് എണ്ണ കാച്ചുന്ന പോലെയാണുള്ളത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ തന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, ഇത് ആയി വന്നോ ഇല്ലയോ എന്നുള്ളത്. ഇതിൻ്റെ കളറൊക്കെ മാറി ഇതിൻ്റെ ആ കൽക്കം ഉണ്ടല്ലോ അടിയിൽ അടിഞ്ഞു വരുന്നത്, അതിൻ്റെ അളവ് കുറയും.
എണ്ണ ഇങ്ങനെ മേലേക്ക് മേലേക്ക് വന്നു തുടങ്ങും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂടിൽ തന്നെ ഇതൊന്നുകൂടെ മുറുകി വരും. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ എണ്ണ കാണിച്ചു തരുന്നത്. നല്ല കളറാണ്. അത് ഈ പപ്പായയുടെ ക്യാരറ്റിൻ്റെ ഒരു കളറാണ് കേട്ടോ. ഇതിൽ നമ്മൾ പപ്പായ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അലോവേര ഇതെല്ലാം നമ്മുടെ ബോഡിക്കും അതുപോലെ ഫേസിനൊക്കെ വളരെ നല്ലൊരു ഐറ്റങ്ങളാണ് കേട്ടോ. ഇനി ഇത് ചൂടാറിയ ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എണ്ണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ നമുക്ക് വലിയവർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. വളരെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു എണ്ണയാണ് ഇത്. ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത്ര ഐറ്റംസ് ഇല്ലാതെ തന്നെ 2 ഐറ്റംസ് ആയിട്ട്, എന്നിട്ട് പോലും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് മുഖത്തും കയ്യിലും നമ്മൾക്ക് എവിടെയാണോ നല്ല ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ പോകാനും മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത്. നല്ല കളറ് നല്ല മണമൊക്കെയാണ്. ഇത് മാത്രം മതി കേട്ടോ നമ്മുടെ മുഖത്തെ കലകളൊക്കെ പോകാൻ. അപ്പോൾ ഈ എണ്ണ നമുക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ നേരത്തെ നമ്മളിത് പപ്പായയും ക്യാരറ്റും കൂടെ അടിച്ച് വെച്ചതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൾപ്പ് നമുക്ക് ആവശ്യമാണ്. ഇതാണ് ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കരിമങ്ങലുള്ളവരാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ നമുക്ക് ആഘോഷങ്ങളൊക്കെ വരുമല്ലേ, ഓണം അങ്ങനെയുള്ളതിനൊക്കെ. അപ്പോൾ ഡെയിലി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതല്ല നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഓയിൽ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം എടുത്തപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സെറ്റായ പോലെയുണ്ട് കേട്ടോ. അതാണിത്. ഇനി നമ്മൾ സ്റ്റാർച്ച് എടുത്ത് വെച്ചിരുന്നില്ല, അത് ഞാനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങിൻ്റെ അടിഭാഗത്തുള്ള ഞാൻ പറഞ്ഞില്ല കൂവപ്പൊടി പോലെ ഇങ്ങനെ അടിഞ്ഞു വരുന്നത്, ഇത് വളരെ നല്ലതാണ്. നമ്മുടെ പിഗ്മെൻറ്റേഷനും അതിൽ മുഖക്കുരു വന്ന പാടൊക്കെ പോകാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ ഞാനിതിങ്ങനെ അരിച്ച് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് ആ ഉരുളക്കിഴങ്ങിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ, നമ്മളധികം അരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളെ മുഖത്തിന് വളരെ നല്ലതാണ്. ഫുഡ് ഫേഷ്യൽ എന്നൊക്കെ പറയുന്ന പോലെ ഫേഷ്യൽ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. നല്ല എഫക്റ്റീവാണ്, ഒറ്റ യൂസിൽ തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് റാഗി പൗഡറാണ്. റാഗിപ്പൊടി, ചിലർക്ക് മുത്താരിപ്പൊടി, രായിപ്പൊടി എന്നൊക്കെ പറയും. അപ്പോൾ റാഗി പൗഡർ നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് 2 സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. റാഗി പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ തൈരാണ്, നല്ല കട്ടി തൈര് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ 2 സ്പൂണോളം ഇട്ട് കൊടുക്കണം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലുള്ള ഈ ഐറ്റംസൊക്കെ നോക്കിയാലറിയാം നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും അതുപോലെ തന്നെ കരിമങ്ങലിയൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം കേട്ടോ. ഒറ്റ തവണ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഡെയിലി ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ ഇന്ന് മുതൽ ഇപ്പോൾ ഓണം വരെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ റിസൾട്ടാണ് ഇതിന് കിട്ടുക കേട്ടോ. ഞാനിപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ തേച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നി. അപ്പോൾ ഇനി നമുക്ക് ഫേസ് പാക്ക് ഇടാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ദിവസമായി ഫേസ് പാക്ക് ഇങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന കേട്ടോ. ആദ്യം ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഓയിലാണ്. നമ്മൾ ചില ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസൊക്കെ വല്ലാതെ ഡ്രൈ ആയിട്ട് വരാറില്ലേ. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് കേട്ടോ. നല്ല മണം നല്ല കളറുമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3 ഡ്രോപ്പൊക്കെ മതിയാവും നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇങ്ങനെ അപ്ലൈ ചെയ്യരുത്, തലയിലിടുന്ന പോലെ ഇടരുത്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുന്ന പോലെ ഇത് മുഖത്തൊക്കെ തേച്ചിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കാം. പ്രത്യേകിച്ച് 30-40 എത്തിയവർ എന്നെപ്പോലെയുള്ളവരൊക്കെയാണ്, വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയ നല്ല കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പാർലറിലൊന്നും സാധാരണ ഞാൻ കുറേ ആയിട്ട് പോവാറില്ല. പുരികം വരെ ത്രെഡ് ചെയ്യുന്നത് ഈ പ്ലക്കറൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നെറ്റിയിലൊക്കെ ഇങ്ങനെ ചെറിയ ലൈനൊക്കെ കാണില്ലേ, അപ്പോൾ അതിനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. താഴെ നിന്ന് മേലേക്കാണ് കേട്ടോ എപ്പോഴും മസാജ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു 5 മിനിറ്റോളം ഇങ്ങനെ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മുഖമൊക്കെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ തൂങ്ങുന്നത് ഒക്കെ കുറച്ച് കുറഞ്ഞ് വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ ഓയിൽ ഇങ്ങനെ വെച്ച് മസാജ് ചെയ്യുന്ന കേട്ടോ.
5 മിനിറ്റിന് ശേഷം നമ്മളിങ്ങനെ ചൂട് കൊടുക്കുക. കൈ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ചെറിയൊരു ചൂട് വരില്ലേ, ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ നമുക്കുള്ളത് നമ്മുടെ മുഖത്ത് ഒരുപാട് സൗന്ദര്യത്തിനപ്പുറത്തേക്ക് നമ്മുടെ മുഖത്തുള്ള ആ ഇതൊക്കെ കുറച്ചൊന്ന് കുറയും. സ്കിന്നിങ്ങനെ തൂങ്ങുന്നത്. പിന്നെ പലരും ചോദിക്കാറുണ്ട് കരിമങ്ങല കാണുന്നില്ല. ചില സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ സൂം ചെയ്യുമ്പോൾ അറിയാവുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരാറുണ്ട് കേട്ടോ. ഒത്തിരി ഇപ്പോൾ ഇല്ല, ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ്. ഈ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. പെട്ടെന്ന് കളറ് മാറിയ പോലെ നമുക്ക് ഫീലാവും. കാരണം ഈ പൊട്ടറ്റോയുടെ ഈ സ്റ്റാർച്ചിനൊക്കെ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ഫേസ് പാക്കായിട്ട് തേച്ച് കൊടുക്കല്ല, ഇത് മസാജ് ചെയ്തെടുക്കുക. സോഫ്റ്റായിട്ട് മസാജ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേച്ചിട്ടുള്ള ആ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ ഈ ഫേസ് പാക്കിനോടൊപ്പം തന്നെ പോവണം. അതല്ലാതെ സാധാരണ ഫേസ് പാക്ക് ഇടുന്ന പോലെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ മുഖത്ത് അങ്ങനെ തന്നെ ആ എണ്ണമയം ഉണ്ടാവും, അത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ ഒട്ടും തരിയില്ലാത്തതാണ്. എപ്പോഴും ഫേസ് പാക്കിന് എടുക്കുന്ന പൗഡറൊക്കെ നന്നായിട്ട് നമ്മൾ ചായയുടെ അരിപ്പ പോലത്തെ അത്രയും ചെറിയ കണ്ണികൾ അരിപ്പ വെച്ച് അരിച്ചിട്ട് വേണം നമ്മൾ ബോട്ടിലിട്ട് വയ്ക്കാൻ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തെടുത്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം ഇതുപോലെ ഞാൻ എല്ലാ ഫേസ് പാക്കിലും കാണിക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ നനച്ചെടുക്കണം. ഇത് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ലൈറ്റായിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ സർക്കിളിൽ ഈ ഒരു ഫേസ് പാക്കിനെ റിമൂവ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ മുഖത്ത് വരുന്ന ആ ഒരു മാറ്റം എങ്ങനെയാണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ പ്രായഭേദമന്യേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിഡിലൻ ഫേസ് പാക്കും ഫേസ് മസാജിങ്ങും ഒക്കെയാണ് കേട്ടോ. നമ്മളിത് കയ്യിലും കാലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും. പൊതുവേ ഉരുളക്കിഴങ്ങും റാഗി പൗഡറൊക്കെ മുഖത്തിട്ട് കഴിഞ്ഞാൽ നല്ല കളറാണ് കേട്ടോ. അതിപ്പോൾ ഈ ഒരു ഫേസ് പാക്കിലല്ലാതെ തന്നെ നല്ല കളറാണ്. ഈ ഒരു 2 സ്റ്റെപ്പ് ഓൺ ആകുമ്പോഴത്തേക്കും ചെയ്ത് നോക്കൂ, നല്ല മാറ്റമാണ് ഉണ്ടാവുക കേട്ടോ. എനിക്കിത് ഒരു 5-6 ദിവസം ഞാൻ അടുപ്പിച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മുഖക്കുരു ഒക്കെ വരുന്ന മുഖം തന്നെയാണ് കേട്ടോ എൻ്റേത്. പക്ഷേ ഇങ്ങനെ ഈ ഒരു എണ്ണ കൊടുത്തപ്പോഴൊന്നും എനിക്ക് ഇതുവരെ മുഖക്കുരു വന്നിട്ടില്ല. ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കടലമാവ് ഉപയോഗിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം ഈ ഫേസ് പാക്ക് ഇട്ടാൽ മതി കേട്ടോ. ഓയിലി സ്കിന്നുകാർക്ക്. ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ ഫേസൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം ഒന്ന് കഴുകി വന്നതിന് ശേഷം നമുക്കൊരു തുണി വെച്ച് ഇതിനെ ഇങ്ങനെ ഒപ്പിയെടുക്കാം. നല്ല മാറ്റമാണ് കേട്ടോ. നല്ല കിഡിലെ റിസൾട്ടാണ്. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കിയാൽ പിന്നെ ഇത് തന്നെ നമ്മൾ അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് ആദ്യം കാണിച്ച പോലെ പൊട്ടറ്റോ കൊണ്ട് തന്നെ ഉള്ള, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഫേസ് ക്രീം തന്നെയാണ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത് കേട്ടോ. ഡെയിലി ഡേ ടു നൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് ഇതാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ആ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉള്ളപ്പോൾ തന്നെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ എല്ലാ എഫക്റ്റും നമുക്ക് കിട്ടും. കരിമങ്ങല ഉള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ ഫേസ് പാക്ക് ഞാനിതിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. കരിമങ്ങല ഉണ്ടെന്ന് വിചാരിച്ച് പുറത്തിറങ്ങാതിരിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ പരിശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല കേട്ടോ. കരിമങ്ങല പോകാൻ കുറച്ച് പണിയാണെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും.